ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേലക്കാരി വീട്ടിൽ വന്നതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് ദേവയാനി. അപ്പോഴാണ് നമ്മുടെ ആദർശം ഇറങ്ങി വരുന്നത്. മീനാക്ഷി ചേച്ചി വന്ന നല്ലൊരു കാര്യമല്ലേ, അതിൻ്റെ പേരിൽ ഒരു വഴക്കു വേണോ, ഈ വീട്ടിലെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഞാനും പറയുന്നത്. ആദർശൻ്റെ മുത്തശ്ശനും ഇടയ്ക്ക് പറഞ്ഞിരുന്നു മീനാക്ഷിയെ വിളിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരുത്തി എല്ലാവരെയും സ്വാധീനിക്കല്ലേ, പിന്നെ എല്ലാവരും ഇവൾക്കൊപ്പല്ലേ നിൽക്കൂ എന്നൊക്കെ ജലജ അന്നേരം പറഞ്ഞു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഒരുത്തിയെ വീണ്ടും ഇവിടെ എന്തിനാ വിളിച്ചു വരുത്തിയത്, അതാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു. അപ്പം ഞാനല്ല അമ്മയെ വിളിച്ചതെന്ന് നയന പറഞ്ഞു. അപ്പം നീ കള്ളമൊന്നും എന്നോട് പറയണ്ടെന്ന് ദേവയാനി. ഈ വീട്ടിൽ പണി ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലിക്കാരി വിളിക്കായിരുന്നല്ലോ, അവളെ തന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഏട്ടത്തെ തോൽപ്പിക്കാൻ അല്ലാതെ ആരാണെന്ന് ചോദിച്ചപ്പം അപ്പച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ആദർശം നേരം ജലജയോട് പറഞ്ഞു. നീയൊന്നും മിണ്ടണ്ട, എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് ദേവയാനി ആദർശിനോടും പറഞ്ഞു. മൊത്തത്തിൽ പ്രശ്നമായി. കുറച്ച് നാളായിട്ട് ഞാൻ തന്നെ ഇവിടെ തോൽക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ജലജയ്ക്ക് ചിരി വരാൻ തുടങ്ങി. എൻ്റെ വാക്ക് ഒരു നേരം പോക്കായിട്ടാണ് നീ പോലും കാണുന്നതെന്നൊക്കെ അമ്മ മകനോട് പറയണു. ഇതൊക്കെ കേട്ട് വല്ലാതെ ആവുക. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് വീട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചത്. അതൊന്നും നടന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഇനി ഇവിടെ നടന്നാലേ എനിക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. ഞാൻ പോകുവാണ് എന്നും പറഞ്ഞ് ദേവയാനി പോയോ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുത്തശ്ശി ചോദിച്ചു, മോളാണോ അവരെ വിളിച്ചു വരുത്തിയത്? ഞാനല്ല മുത്തശ്ശി, ഞാനല്ല അവരെ മീനാക്ഷി ചേച്ചി വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും ജലജ, എടി കള്ളി, നീ നുണയൊന്നും പറയണ്ട, നീയാ വിളിച്ചു വരുത്തിയെന്ന് എനിക്കറിയാമെന്ന്. അപ്പം ഇവള് പറയുന്നു, ഒന്ന് മോള് കാര്യമാക്കണ്ട, ഇവൾ എത്ര വിചാരിച്ചിട്ടും അടിയും വഴക്കുമൊന്നും ഇവള് വിചാരിക്കുന്നത് പോലെ നടക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് കിണഞ്ഞു കിടന്ന് പരിശ്രമിക്കുക, അതിനുവേണ്ടി അവൾ ഈ വേഷം കെട്ട് മുഴുവൻ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അത് കേട്ട് നയന ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ദേവയാനി പുറത്തു പോയി വിഷമിച്ചിരിക്കുന്നു. ദേവയാനിക്ക് അരികിലേക്ക് മകൻ ചെന്നു. അമ്മേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിച്ച മകൻ ചെല്ലുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എല്ലാ പണികളും ചെയ്യാൻ ഒരാളെ നിർത്തിയാൽ അയാൾക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കണമെന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറഞ്ഞു ആദർശ് ഈ ദേവയാനിയോട്. മീനാക്ഷി ചേച്ചി മുറ്റമടിക്കുകയും അടുക്കളയിൽ പാത്രം കഴുകുന്നതുമല്ലാതെ അതിനപ്പുറം മറ്റൊരു ജോലിയും ചെയ്യാറില്ല. അതിന് തന്നെ അവർ 10-15,000 രൂപ വാങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നയന ചെയ്യുന്ന ജോലി ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലോ അവർക്ക് ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശ്. ശരിക്കും പറഞ്ഞാൽ 2-3 പേര് ചെയ്യേണ്ട ജോലിയാണ് നയന ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അത് അവളുടെ കടമയാണെന്ന് ദേവയാനി. ഒരു മടിയും കൂടാതെയാണ് അവൾ അതൊക്കെ ചെയ്യുന്നതെന്ന് ദേവയാനി. പിന്നെ എന്തിനാ മീനാക്ഷിയെ വിളിച്ചു വരുത്തിയത്? അത് കേട്ടപ്പോൾ ആദർശമൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ, നീ എന്തൊന്നും മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിച്ചു. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എന്നെ അറിയിക്കണ്ടേന്ന് ചോദിച്ചു. നേരത്തെ മീനാക്ഷിക്ക് പൈസ കൊടുത്തപ്പോഴും എന്നോട് ചോദിച്ചില്ല. എൻ്റെ അമ്മ പോട്ടെ, ഇത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു ആദർശം. അങ്ങനെ ഓരോന്ന് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കും തോറും അവൾ തന്നെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കാം. ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ നീ അവളെ ഒരു 2-3 ആഴ്ച വീട്ടിൽ കൊണ്ടുപോയി വിടാനായിട്ട് ആദർശിനോട് ദേവയാനി പറയണു. അത് കഴിയുമ്പോൾ അവളുടെ വീട്ടുകാർ തന്നെ അവളെ ഇങ്ങോട്ടേക്ക് തള്ളി വിട്ടോളും, പിന്നെ അനുസരണയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അമ്മേ, അങ്ങനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനും മാത്രം തെറ്റൊന്നും അവൾ ചെയ്തില്ലല്ലോ, പിന്നെ തെറ്റ് ചെയ്യുന്നത് മുഴുവൻ ഞാനാണോന്ന് ദേവയാനി. മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും തീരെ വയ്യമ്മേ, അവരെയൊക്കെ എന്തിനാ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? ഈ വീട്ടിലേക്ക് നയനയും നവ്യം വരുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഞാൻ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ വീട്ടിനകത്ത് ജലജ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഒന്നിനും പോയിട്ടില്ല, നിനക്കറിയാവുന്നതല്ലേ. പക്ഷേ അവർ വന്നതോടുകൂടിയാണ് ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിയത്. അച്ഛനെയും അമ്മയെയും കൊല്ലുന്ന മക്കളെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം കഴുത്ത് ഞെരിച്ചു എന്ന് കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ല. ഇതുപോലെ അച്ഛനെയും അമ്മയെയും തള്ളിക്കളയുന്നത് കൊല്ലുന്നതിന് തുല്യമാണെന്നൊക്കെ ദേവയാനി പറയണു. നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണെന്ന് പറഞ്ഞു അമ്മ മകനോട്. ആദർശാണെങ്കിൽ ആകെ പെട്ട് നിൽക്കുക കേട്ടോ. ആദർശനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആദർശന് നയനയെ ഉപേക്ഷിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഈ സമയത്ത് നയനയെ അവിടെ നിർത്തി ഇങ്ങനെ കൊല്ലുവാണ് ഈ ജലജ. നിനക്ക് ആരാടി അധികാരം തന്നത്? അങ്ങനെ ചെയ്തത് എന്തിനാടി, ഇങ്ങനെ ചെയ്തത് എന്തിനാടി എന്നൊക്കെ ചോദിച്ചു. അപ്പം മോളല്ല മീനാക്ഷിയെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു. പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പം ഇവൾ അങ്ങനെയൊക്കെ ചെയ്യും, ഇവൾക്ക് എല്ലാവരുടെയും മുകളിൽ എത്തണം, അതാണ് ഇവളുടെ ചിന്ത എന്ന് പറയുന്ന നവ്യ എന്ന് പറയുന്ന അവതാരവും കൂടി അങ്ങോട്ടേക്ക് വന്നെത്തി. നീ അന്ന് 10,000 രൂപ ഏട്ടത്തി അറിയാതെ കൊടുത്തത് കൊണ്ടല്ലേ അവളുടെ ഈ വീട്ടിലെ ജോലി പോയത് എന്ന് ജലജ പറയുമ്പോൾ നയന നോക്കി നിൽക്കുക. നീ അവളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ മാസ ശമ്പളമാണെന്ന് ജലജ. എന്നിട്ടും വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുക ആരോടും പറയാതെ. തെറ്റ് ചെയ്തെങ്കിലേ അത് സമ്മതിക്കാൻ എനിക്ക് പറ്റുമെന്ന് നയന പറഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ മീനാക്ഷി ചേച്ചി ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ലെന്നുള്ള കാര്യം നയന പറഞ്ഞു. അപ്പം മോള് പറയുന്നതാ സത്യം, അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാൻ മുത്തശ്ശി ജലജയോട് പറഞ്ഞു.
ചിലരൊക്കെ ഇവിടെ കൊച്ചമ്മ ചമയാനുള്ള പുറപ്പാടിലാണെന്ന് അഭി അന്നേരം പറഞ്ഞു. അവിടെ നിന്നും പെട്ടെന്ന് അവിടെ നിന്ന് ദേ നമ്മുടെ കനകം ഇതൊക്കെ കേട്ടോണ്ട് ഇറങ്ങി വരുമായിരുന്നു. നീയേ അവനെ നോക്കി ദഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നീയും നിന്റെ അമ്മയും ഇവിടെയുണ്ട്. ആ സമയത്ത് മീനാക്ഷിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തേണ്ടതായ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തറപ്പിച്ചു പറയുക ജലജ. അപ്പൊ ഇവളാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് കനകത്തിന് മനസ്സിലായി. കനകം അവിടെ നിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ദേ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനകത്തെ കാട്ടിക്കൊടുക്കണം. നീ മോളെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ അത് വേണ്ട എന്ന് ഏട്ടത്തി പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇവള് ജോലിക്കാരിയെ വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ജലജ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ഇവൾക്കെന്താ നഷ്ടം? ഇവിടെ അവൾക്ക് പൈസ കൊടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും മീനാക്ഷി വന്നു. ഇനി അവൾ കേൾക്കുക ഇതൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് നയനയും പറഞ്ഞു. ഇവൾ വിളിച്ചപ്പോൾ അവൾ ഓടി വന്നില്ലേ, പിന്നെ ഇതൊക്കെ അവൾ കേട്ടാൽ എന്താ കുഴപ്പം? അപ്പം ഞാനല്ല വിളിച്ചതെന്ന് പറഞ്ഞില്ലേ എന്ന് നയന ചോദിച്ചു. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നീ തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു ജലജ. അപ്പം എൻ്റെ മോള് കള്ളം പറയത്തില്ലെന്ന് കനകവും പറഞ്ഞു. നീ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ജലജ പറഞ്ഞപ്പോൾ ഇവിടെ കള്ളം പറയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ആരാണെന്ന് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്നും കനകം പറയുവാണ്. അപ്പോൾ അത് കനകം പറഞ്ഞത് 100% ശരിയാണെന്ന് മുത്തശ്ശിയും പറഞ്ഞു. അത് കേട്ടപ്പം ആരെയാടി നീ ഉദ്ദേശിച്ചത്? വേറെ ആരെയാ? നിന്നെ തന്നെയാണെന്ന് അന്നേരത്തേക്ക് മുത്തശ്ശി കയറി അങ്ങ് പറഞ്ഞു. അത് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, ഇതിനി പ്രത്യേകിച്ച് പറയണമെന്ന് മുത്തശ്ശി ചോദിച്ചേ. അപ്പത്തിന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ കനകം തലയാട്ടി. അതുപോലെ തന്നെ നയനയ്ക്ക് അതങ്ങ് ബോധിച്ചു. ജലജ ചമ്മി വിളറി എവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അഭിയുടെ മുഖം വലിഞ്ഞു കയറിപ്പോയി. അപ്പോൾ പോട്ടെ, മീനാക്ഷിയെ കൊണ്ടുവരുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല, നിന്നോട് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ ആദർശ് പറഞ്ഞില്ല, അത് ധിക്കാരമല്ലേന്ന് അമ്മ. അല്ലേന്നാ ചോദിച്ചത്. അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നതെന്ന് അന്നേരം ആദർശ് പറഞ്ഞു. നയനയുടെ ഈ വീട്ടിലെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനാണ് മീനാക്ഷി ചേച്ചിയോട് ഇന്നു മുതൽ ജോലിക്ക് വരാൻ പറഞ്ഞത് എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഓ, ഭാര്യയെ രക്ഷിക്കാൻ നീ മനഃപൂർവ്വം കള്ളം പറയാണല്ലേ എന്ന് ചോദിച്ച അമ്മ. അല്ലമ്മേ, നയന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അത് ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് അവളത് പറയും. അന്ന് മീനാക്ഷി ചേച്ചിക്ക് പൈസ കൊടുത്തില്ലേ, അതുപോലെ എന്നോട് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും പറയണ്ട ആദർശ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതേ ആദർശിനോട് അമ്മ നീ നയനെ രക്ഷിക്കാൻ പലപ്പോഴും പലതും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മേ മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ദേ സംശയം ഉണ്ടെങ്കിൽ അമ്മ മീനാക്ഷി ചേച്ചിയോട് ചോദിക്കുക, ഞാൻ അവരെ വിളിച്ചോ ഇല്ലയോ എന്ന്. ആയിക്കോട്ടെ, അപ്പോഴും നീ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ അവളോട് വരാൻ പറഞ്ഞതെന്ന് അമ്മ മോനോട്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നതെന്ന് മകൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവൾ മാത്രമല്ലല്ലോ ജോലിക്കാരിയായിട്ട് ഈ ലോകത്തിലുള്ളത്, മറ്റാരെങ്കിലും വിളിച്ചാൽ പോരായിരുന്നു. അമ്മേ, മീനാക്ഷി ചേച്ചി വർഷങ്ങളായി ഇവിടെ ഉള്ളതല്ലേ, അത്യാവശ്യം ഈ വീടിനെ പറ്റി അവർക്ക് നല്ല ധാരണയുള്ളവരല്ലേ അമ്മേ. നമുക്ക് അവരെ മാറ്റിയിട്ട് മറ്റൊരാളെ വെക്കാൻ പറ്റുമോ അമ്മേ? അത് ശരിയല്ലെന്ന് തോന്നി. ഇവിടെ ഞാനാണ് തെറ്റുകാരൻ, അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ ഇതൊരു ഇഷ്യൂ ആക്കരുത് എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പം നിനക്ക് വേണ്ടിയാ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് തല താഴ്ത്തേണ്ടി വരുന്നത് എന്ന് ദേവയാനി. ഈ ഒരു തവണത്തേക്കും കൂടി ഞാൻ ക്ഷമിക്കാം, പക്ഷേ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് അമ്മ മകന് താക്കീത് കൊടുക്കുമ്പോൾ ഇല്ലമ്മേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖമുണ്ടെന്ന് ആദർശ് പറയണം. പിന്നെ അമ്മ എതിർക്കും എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അമ്മയോട് ഇക്കാര്യം ഞാൻ പറയാതിരുന്നത്. ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഓരോരോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഇനി എൻ്റെ കാലൊന്നും നീ പിടിക്കാൻ വരണ്ടെന്ന് അമ്മ മോനോട് പറഞ്ഞു. അമ്മേ, ദേ ആരെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഈ ജന്മം എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉള്ളെന്ന് പറഞ്ഞു ആദർശ്. അതെൻ്റെ മരണം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നയനയ്ക്കൊപ്പം നിന്ന് അമ്മയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ആദർശ് ദേവയാനിയോട് പറയാം. ഇപ്പം എനിക്ക് അങ്ങനെ നിന്നേ പറ്റുള്ളൂ അമ്മേ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതുപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എനിക്ക് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, ഈ വീട്ടിലുള്ള മറ്റു പലരുടെയും ചിരിച്ച മുഖം കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോയി. ദേവയാനി എന്താ അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കുക കേട്ടോ. ദേവയാനി കുറേ നേരം നിന്നിങ്ങനെ ആലോചിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവിടെ ജലജ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. നീ ചെയ്തതിന് ഒരിക്കലും നിന്നോട് ഏട്ടത്തി ക്ഷമിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ അവളുടെ ക്ഷമ ആർക്ക് വേണമെന്ന് മുത്തശ്ശി ചോദിച്ചു. നയനമോള് തെറ്റ് ചെയ്തിട്ടില്ലാത്തടത്തോളം ആരുടെയും ക്ഷമയുടെയും അല്ലെങ്കിൽ ആരുടെ ഇതൊന്നും മോൾക്ക് ആവശ്യമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞത് കറക്റ്റാണെന്ന് കനകം പറയാം. ഇവളാ എൻ്റെ മക്കളെ ജീവിക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കനകം. ഞാൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ വീട് വിട്ട് പോകണമെന്നാണ് അമ്മ പറയുന്നതെന്ന് ജലജ ചോദിച്ചു. അങ്ങനെ പറയാൻ എന്തായാലും എനിക്ക് പറ്റില്ലല്ലോ, എങ്കിലും നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം നയനമോളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ നിന്റെ രീതി എന്നും പറഞ്ഞുകൊണ്ട് ജലജ
ജലജയോട് പറഞ്ഞു. ആദർശമോൻ്റെ മുത്തശ്ശൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? സ്നേഹത്തോടെ പോകുന്നവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അവരെ അകറ്റുന്നവരാ അവരുടെ ഏറ്റവും വലിയ ശത്രുവെന്ന്. അതാണ് നീ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. ചില ആൾക്കാരുടെ സംസാരം ആ കുടുംബത്തെ തന്നെ തകർക്കും. ആ രീതിയിലുള്ള ഒരു സംസാരമാണ് നീ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയം ദേവയാനി പോയി. ദേവയാനി അതുവഴി പോയപ്പോഴേക്കും ദേവയാനി നീ എങ്ങോട്ടാണെന്ന് അമ്മ ചോദിച്ചു. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട, മീനാക്ഷി ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറയാം. ജലജ ഞെട്ടി. ജലജ ചമ്മി. അപ്പോൾ നയൻ ഇങ്ങനെ നോക്കുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കനകവും ചിരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. ഇവരെല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തായാലും വളരെ സന്തോഷമായി. അതെന്താ ഏട്ടത്തി പെട്ടെന്നൊരു മാറ്റമൊക്കെ എന്ന് ജലജ അന്നേരം ചോദിച്ചു. തൽക്കാലം ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് ദേവയാനി പറയണം. അമ്മേ ഞാനല്ല മീനാക്ഷി ചേച്ചിയോട് വരാൻ പറഞ്ഞതെന്ന് നയന വീണ്ടും പറഞ്ഞു. ഇനിയിപ്പോൾ അവളെ ആര് വിളിച്ചു വരുത്തിയാലും ശരി ഈ പ്രശ്നം ഇന്നത്തോടു കൂടി അവസാനിക്കണമെന്ന് പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പം മുത്തശ്ശിയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജലജ ആകെ നാണം കെട്ടി ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നവ്യാണ്. നവ്യ ഇങ്ങനെ അവിടെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഏത് നേരവും വിശ്രമം മാത്രമേ ഉള്ളല്ലോ എന്ന് കനകം. നവ്യേ എഴുന്നേറ്റ് ഈ വെള്ളം കുടിച്ചേ നവ്യേ എന്നും പറഞ്ഞ് നിർബന്ധിച്ചതേ മരുന്നും വെള്ളമൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നവ്യയ്ക്ക് മരുന്നൊക്കെ കൊടുത്ത് നവ്യേനെ അവിടെ അങ്ങ് ഇരുത്തിയേക്ക് പ്രതിഷ്ഠിച്ചേക്കുവാണ് ശരിക്കും പറഞ്ഞ്. ഇവർ രണ്ടുപേരും കൂടെ മരുന്ന് കൊടുക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കണ്ട് അങ്ങോട്ടേക്ക് വന്നു ജലജ. എന്താ ഇത് എന്നും പറഞ്ഞത് കാണിച്ചു കൊടുത്തു. നീ ഗുളിക കൊണ്ടുവന്ന് കൊടുത്തു, അതിനുശേഷം എന്താ നിന്റെ മോള് ചെയ്തതെന്ന് നീ കണ്ടില്ല? ദേ ഇവളിത് വലിച്ചെറിയുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ജലജ ആ ഗുളിക എടുത്തുകൊണ്ട് വന്നു. നവ്യേ നീ എന്താ ഈ കാണിച്ചതെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയടി എന്ന് ജലജ അവിടെ നിന്ന് പറഞ്ഞു. എന്താ നവ്യ നീ കാണിച്ചതെന്ന് ചോദിക്കുവാണ് കനകം. നീ എന്തിനാ ഗുളിക വലിച്ചെറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ആകെ അത് പിന്നെ എനിക്കെന്തോ മനം പോലെ ആ നേരത്തെ ഒമിറ്റ് ചെയ്യണമെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുക. ജലജ നേരത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. മര്യാദയ്ക്ക് നീ അത് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിച്ച് കഴിക്കണം. വൃത്തികെട്ട് ആ ഗുളിക കഴിക്കുക. ഇവളുടെ വേഷം കെട്ടുകളും ഇവളുടെ കാട്ടായും ഒക്കെ കാണുമ്പോൾ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണെന്നുള്ള കാര്യം ജലജ പറഞ്ഞു. പിന്നെ എന്നോ അപ്പോൾ ഇവള് തന്നെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം ഞാൻ കണ്ടതുകൊണ്ട് ഇവളീ ഗുളിക കഴിച്ചു, അല്ലെങ്കിൽ ഇവളീ ഗുളിക കഴിക്കാറേ ഇല്ലെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗുളിക കഴിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കള്ളം പറയാൻ മാത്രം വാ തുറക്കരുതെന്ന് പറഞ്ഞു ഈ നവ്യോട് ജലജ. അപ്പോഴേക്കും ആദ്യം നയനമോളെ കുറ്റക്കാരിയാക്കാൻ ഓളം ശ്രമിച്ചു. എന്നിട്ട് അവസാനം മോളുടെ അമ്മായിയമ്മ മോളുടെ സൈഡിൽ നിന്നപ്പം ഇപ്പം ദേ നവ്യയുടെ മുക്കിട്ട് കയറുകയാണോ? ഇതേ സ്വഭാവമായിട്ട് എന്തിനാ ജലജ നിങ്ങൾ ഇവിടെ കഴിയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും ഈ ജലജ അതും പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ഇവളെ സഹിക്കാൻ വലിയ പാടാണെന്ന് നവ്യോട് പറയാ കനകം. അതിനേക്കാളും വലിയ പാട് അമ്മയുടെ രണ്ടാമത്തെ മകളെ സഹിക്കാൻ. അവൾ നല്ല പിള്ള ചമയാൻ വേണ്ടി ഇവിടെ ഒരുപാട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നവ്യ പറയുമ്പോൾ മിണ്ടാതിടി, അവളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലേ നിന്റെ നാവ് പുഴുത്തു പോകുമെന്ന് പറഞ്ഞു അമ്മ മകളോട്. നവ്യേ നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിപ്പം നിലനിന്ന് പോകുന്നതേ എൻ്റെ നയനമോള് കാരണമാണെന്നൊക്കെ പറഞ്ഞ അമ്മ പറയാം. ഇതുപോലെ വലിയൊരു വീട്ടിനകത്ത് ഒരു ജോലിക്കാരിയെ വെച്ചെന്നും പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായത്. നീ അവളെ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോടി. എത്രയൊക്കെ നടുവൊടിഞ്ഞാലും അവൾ അവളുടെ ജോലികൾ ചെയ്യുന്നില്ലേ? നീ അവളെ ദുഷിക്കരുത് കേട്ടോ. ഇനിയുണ്ട് കുറേ ജോലികൾ നീ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ നയനെ അവിടെ നിൽക്കുന്നു. ആദർശേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയണം, ആദർശേട്ടൻ എന്നോട് തുറന്നു പറയേണ്ടതാണ്, പക്ഷെ ഒന്നും പറയുന്നില്ല. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതി എൻ്റെ അമ്മ പോലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് കഴുത്തറക്ക ഒരുത്തി എന്ന് പറഞ്ഞ നയനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആദർശ് അങ്ങ് വന്നു. എന്താ ആലോചിച്ച് നിൽക്കുന്നേ എന്ന് ചോദിച്ചു. ഇനി എന്നെ എങ്ങനെ കുപ്പിയിലാക്കാമെന്ന് ചിന്തിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ അതൊന്നും അല്ല ചിന്തിച്ചത്. നമ്മൾ തമ്മിൽ ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അല്ല അങ്ങനൊരു സംശയം ഉണ്ടെങ്കിലേ ഇപ്പോഴേ ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നല്ലേ നല്ലതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പോയെന്നിരിക്കട്ടെ, കുറച്ചെങ്കിലും സങ്കടം ആദർശേട്ടൻ ഉണ്ടാകുമോ എന്ന് നയന ചോദിച്ചു. അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടിയില്ല ആദർശ. അറ്റ്ലീസ്റ്റ് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തെങ്കിലും ഞാൻ മുറിയിൽ വേണം എന്ന് തോന്നുമെന്നൊക്കെ ചോദിച്ചപ്പം ഒട്ടും ആലോചിക്കാതെ പെട്ടെന്നൊരു ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയേണ്ട ഒരു ചോദ്യം നീ ചോദിച്ചത്. അങ്ങനെ നീ ഇവിടുന്ന് പോയാൽ പിന്നെ എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് ആദർശ് നമ്മുടെ നയനയോട് പറഞ്ഞു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണരുമ്പോൾ നിന്നെ കണ്ട് ഞെട്ടുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് വെറുതെ പുറത്തു പോകാനുള്ള കാരണം നീയായിട്ട് ഉണ്ടാക്കരുത് എന്ന് ആദർശ് നയനയോട് പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയാണ് ഇപ്പം നിന്റെ വജ്രായുധം. അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിലേ കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നേനെ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോയി. ഇത് കേട്ട് മനസ്സ് വേദനിച്ച് നയന ഇങ്ങനെ നിൽക്കുക. പോയി ആദർശ് വീണ്ടും കയറി വന്നിട്ട്, അതെ ഞാനീ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ, നിന്നോട് കുറച്ചിഷ്ടമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. നീ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നീ പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റും.
പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഉത്തരം പറഞ്ഞതോന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് ആദർശ് പറഞ്ഞു. എനിക്കറിയാം ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ, എങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും എന്നെ സ്നേഹിക്കുന്നത് വരെ എന്ന് നമ്മുടെ നയന പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ കാര്യം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ആദർശ് ഒന്നും തിരിച്ചു പറയാതെ അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പം എന്തായാലും ചേച്ചി ചെയ്ത കള്ളത്തരം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടി വരും. അത് ഉറപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നയനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.